മാസപ്പടി ഇടപാടിൽ പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും CMRLനും തിരിച്ചടി. ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. അപ്പീലിൽ ഇടപെടുന്നില്ല. സുപ്രീം കോടതിയെ സമീപിക്കും വരെ ഇടക്കാല ഉത്തരവ് തുടരണമെന്ന CMRLന്റെ ആവശ്യവും തള്ളി. PMLA പ്രകാരം അന്വേഷണം നടത്താൻ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നില്ല എന്നും കോടതി. വിവരങ്ങളുമായി രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് ചേരുന്നു. രേഷ്മ, വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വാർത്തയുടെ വിവരങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. CMRL മാത്രമല്ല, വീണയ്ക്കും കനത്ത തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സുപ്രധാനമായ പലതരത്തിലുള്ള നിരീക്ഷണങ്ങളും ഇന്ന് കോടതി നടത്തിയിരുന്നു. കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് അത് എങ്ങനെയായിരിക്കും? ഒപ്പം തന്നെ ഇന്ന് കോടതിയിൽ നിന്ന് വന്ന വിധിയുടെ വിവരങ്ങൾ. രാഖിയും മാസപ്പടി ഇടപാടിൽ EDക്ക് തങ്ങളുടെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാം. അതിൽ യാതൊരുവിധ തടസ്സവുമില്ല. CMRLന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. അതായത് EDയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CMRL ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും അപ്പീൽ നൽകിയത്. അതോടൊപ്പം തന്നെ അപ്പീൽ തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ട് ഒരു സാവകാശം വേണം. 2 ആഴ്ചത്തേക്ക് അന്വേഷണം താൽക്കാലികമായിട്ട് തടയണമെന്നുള്ള ആവശ്യം CMRL ഇന്ന് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വെച്ചെങ്കിലും അത് ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. അത്തരത്തിലുള്ള ഒരു സാവകാശമോ അല്ലെങ്കിൽ അത്തരമൊരു ഉത്തരവോ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട്. PMLA നിയമപ്രകാരമുള്ള സിവിൽ നടപടികൾക്ക് യാതൊരുവിധ തടസ്സവുമില്ല. PMLA പ്രകാരം അന്വേഷണം നടത്താൻ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നേരത്തെ CMRL പറഞ്ഞിരുന്നത് EDയുടെ സമൻസ് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ECIR രജിസ്റ്റർ ചെയ്യാൻ തക്ക രീതിയിലുള്ള കുറ്റകൃത്യം വെളിപ്പെട്ടിട്ടില്ല. ആ സാഹചര്യത്തിൽ ആ സമൻസ് നിയമവിരുദ്ധമാണ്, അന്വേഷണമായിട്ട് EDക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു CMRLന്റെ വാദം. അതിന് വിപരീതമായിട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിരീക്ഷണം ഉണ്ടായിരിക്കുകയാണ്. അതായത് PMLA പ്രകാരം അന്വേഷണം നടത്താനായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. EDക്ക് സമൻസ് അയച്ചുകൊണ്ട് റെയ്ഡ് നടത്തിക്കൊണ്ട് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാം. ഇനിയുള്ളത് ഈ ഡിവിഷൻ ബെഞ്ച് CMRLന്റെ അപ്പീൽ തള്ളിയ സാഹചര്യത്തിൽ EDക്ക് വീണ ഉൾപ്പെടെയുള്ള CMRL ജീവനക്കാർ ഉൾപ്പെടെയുള്ള ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സമൻസ് അയച്ച് അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും കടക്കാം. ഒപ്പം തന്നെ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും കടക്കാൻ സാധിക്കും. അന്വേഷണത്തിന് യാതൊരുവിധ തടസ്സവുമില്ല. അതേത് വിധത്തിൽ വേണമെന്നുള്ള കാര്യത്തിൽ ED ഉദ്യോഗസ്ഥർക്ക് തീരുമാനമെടുക്കാനും സാധിക്കും. കള്ളപ്പണ ഇടപാടിലേക്ക് നയിക്കുന്ന കുറ്റകൃത്യം ആവശ്യമില്ലെന്നാണ് EDയുടെ നടപടികൾക്ക് എന്നുള്ളതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും CMRL ഉന്നയിച്ച എല്ലാ വാദഗതികളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. EDയുടെ വാദങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കുകയും ചെയ്തു. അതായത് ED പറഞ്ഞത് PMLA നിയമപ്രകാരം കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക വിശദാംശങ്ങളും തെളിവുകളും ഈ മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് CMRLനെതിരെയും എക്സലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വീണ വിജയന്റെ കമ്പനിക്കെതിരെയും തങ്ങൾ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ അന്വേഷണം തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് അത് നിയമവിരുദ്ധമാണെന്നുള്ളതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ച വാദം. ആ വാദം ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. അത് ശരിയാണെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് CMRLന്റെ അപ്പീൽ തള്ളിയിരിക്കുന്നത്. ഇനി EDക്ക് ദ്രുതഗതിയിൽ അതിവേഗത്തിൽ തന്നെ അന്വേഷണ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം. നേരത്തെ സിംഗിൾ ബെഞ്ച് സമാനമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതായത് EDയുടെ അന്വേഷണം തുടരാമെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. ആ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് CMRL ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. രേഷ്മ, ഈ ED അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടാണ് CMRL ഹൈക്കോടതിയിൽ എത്തിയത് എങ്കിൽ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് എങ്കിൽ ഇന്നത്തെ വിധിയോടുകൂടി EDക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ് ഹൈക്കോടതി. അങ്ങനെ തന്നെ വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? അതെ രാഖി, പൂർണ്ണമായിട്ടും ഈ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള സർവ്വ സ്വാതന്ത്ര്യവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവോടെ ലഭിച്ചിരിക്കുകയാണ്. കാരണം CMRLന്റെ ഒരു ആവശ്യമെന്ന് പറഞ്ഞിരുന്നത് ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് EDയുടെ അന്വേഷണം തടയണമെന്നുള്ളതായിരുന്നു. പക്ഷേ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടാൻ തക്ക കാരണങ്ങളൊന്നുമില്ല, ഇടപെടേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ഡിവിഷൻ ബെഞ്ച് എത്തുകയും CMRLന്റെ അപ്പീൽ തള്ളുകയുമാണ് ചെയ്തത്. പക്ഷേ തങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഡിവിഷൻ ബെഞ്ചിന്റെ അപ്പീൽ തള്ളിയ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കും വരെ ഈ 2 ആഴ്ചത്തേക്ക് എല്ലാ നടപടികളും തുടർ നടപടികൾക്ക് സ്റ്റേ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം CMRL ഉന്നയിച്ചെങ്കിലും അതുകൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുഖവിലക്കെടുത്തില്ല. ആ ആവശ്യവും അപ്പാടെ തള്ളുകയായിരുന്നു. അതിനർത്ഥം ഇനി സുപ്രീം കോടതിയെ സമീപിക്കും വരെ ആണെങ്കിൽ കൂടി EDക്ക് തുടർ നടപടികൾ സ്വീകരിക്കാം. അതേത് വിധത്തിലാണെന്നുള്ളത് ED ഉദ്യോഗസ്ഥർക്ക് തീരുമാനിക്കാം. അതായത് റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാം, സ്വത്ത്
കരണ്ട് കെട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാം. വീണ വിജയനും അതോടൊപ്പം തന്നെ CMRന്റെ MD ആയിട്ടുള്ള ശശിധരൻ കർത്ത, മറ്റാളുകൾ ഇവരെയൊക്കെ തന്നെ വിളിപ്പിച്ച് സമൻസ് അയച്ച് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാം. ഒപ്പം തന്നെ അവരുടെ പക്കലുള്ള രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്യാം. തീർച്ചയായും ED അന്വേഷണം തുടരാം. ഇനി EDക്ക് മുന്നിൽ തടസ്സങ്ങളില്ല, പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി എന്നുള്ളത് തന്നെയാണ് ഈ ഒരൊറ്റ വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.